കളി തുടങ്ങിയത് ഡൽഹിയിലായിരുന്നെങ്കിലും ആന്ധ്രയിൽ നിന്നും ബീഹാറിൽ നിന്നും തലമൂത്ത നേതാക്കൾ മോദിയുടെ വസതിയിലേക്ക് ഇരച്ചു കയറിയതോടാണ് പാതിരാത്രി പോലും മോദി എന്ന തലകുനിക്കാത്ത പ്രധാനമന്ത്രിക്ക് കീഴടങ്ങേണ്ടി വന്നത്. 12 വർഷത്തെ BJP ഭരണത്തിൽ എത്ര പ്രതിഷേധങ്ങൾ ഈ മണ്ണ് കണ്ടു. പക്ഷെ അപ്പോൾ പോലും ഒരു മന്ത്രി പോലും രാജിവെക്കാൻ പോയിട്ട് അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. അവിടെയാണ് കഴിഞ്ഞ ദിവസം 2 കേന്ദ്രമന്ത്രിമാർ രാജിവെക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നാക്കുപിഴയിൽ ഒരു സെക്കൻഡിൽ രൂപം കൊണ്ട പാർട്ടിയാണ് CJP. എങ്കിലും ഒഡീഷയെ BJPയുടെ കൈവെള്ളയിൽ വെച്ചുകൊടുത്ത ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വമ്പൻ സ്രാവിന്റെ കസേര തന്നെ ഈ പാറ്റക്കുട്ടൻ തകർത്ത് കളയുമെന്ന് മോദി ഒരിക്കലും കരുതിയില്ല. പോലീസിനെ ഇറക്കി ജലപീരങ്കി കൊണ്ടും ലാത്തി കൊണ്ടുമൊക്കെ ഈ പാറ്റാക്കൂട്ടത്തെ ഇല്ലാതാക്കുമെന്ന് കരുതിയപ്പോൾ സാക്ഷാൽ മോദി എന്ന പ്രധാനമന്ത്രി രാജിവെക്കാതിരിക്കണമെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കൽ നിർബന്ധമായതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അത് 2 നേതാക്കളാണ്. മോദിയെ ഇന്ന് പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്തുന്ന ആന്ധ്രയിൽ നിന്നുള്ള ചന്ദ്രബാബു നായിഡു, മറ്റൊരാൾ ബീഹാറിൽ നിന്നുള്ള നിതീഷ് കുമാർ. കഴിഞ്ഞ 12 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അപൂർവ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ചത്. രാജ്യവ്യാപകമായി അലയടിച്ച കടുത്ത വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കും നീറ്റ് പരീക്ഷാ വിവാദത്തിനുമൊടുവിൽ ഭരണപരമായ വീഴ്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് തന്റെ രാജി സമർപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. മോദി ഭരണകാലത്ത് ഇത്തരമൊരു സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. റഫാൽ ഇടപാടോ കർഷക സമരമോ പോലുള്ള വലിയ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടും ഒരു മന്ത്രിയെ പോലും മാറ്റാൻ തയ്യാറാകാതിരുന്ന സർക്കാരാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെയും വിദ്യാർത്ഥികളുടെയും മുന്നിൽ കളം പിടിക്കാൻ നിർബന്ധിതരായത്. ഈ ഒരു അടിയന്തര സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് പ്രധാനമായും 2 നിർണായക രാഷ്ട്രീയ ഘടകങ്ങളാണ്. ഒന്നാമതായി ദശലക്ഷക്കണക്കിന് സാധാരണക്കാരായ വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും നേരിട്ട് ബാധിച്ച ഈ പരീക്ഷാ തട്ടിപ്പ് യുവാക്കൾക്കിടയിൽ സർക്കാരിനെതിരെ വലിയ തോതിലുള്ള രോഷം പടർത്തിയിരുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ കനത്ത തിരിച്ചടിയാകുമെന്ന ഭയവും അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ പ്രതിച്ഛായ തകരുന്നതും തടയാൻ BJPക്ക് ഡാമേജ് കൺട്രോൾ തന്ത്രങ്ങൾ പയറ്റേണ്ടി വന്നു. എന്നാൽ ഇതിനേക്കാളെല്ലാം ഉപരിയായി മോദി സർക്കാരിന്റെ അടിത്തറയിലേക്കിയത് ഭരണകക്ഷിയായ ഇന്ത്യയിലെ സഖ്യകക്ഷികളുടെ ശക്തമായ നിലപാടുകളാണ്. ആന്ധ്രാപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നും ഡൽഹിയിലെത്തിയ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും കേന്ദ്ര സർക്കാരിന് മേൽ കടുത്ത സമ്മർദ്ദമാണ് ചെലുത്തിയത്. തങ്ങളുടെ സ്വന്തം സംസ്ഥാനങ്ങളിലെ യുവജന വോട്ട് ബാങ്ക് പൂർണ്ണമായും ചോർന്നു പോകുമെന്ന് ഭയന്ന ഇരുവരും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് തുടരാനാകില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് നൽകിയത്. തുടർന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ ശക്തമായ ഐക്യവും ഒഡീഷ അടക്കമുള്ള രാഷ്ട്രീയ മേഖലകളിൽ സ്വാധീനമുള്ള ധർമ്മേന്ദ്ര പ്രധാന്റെ വലം കൈ നഷ്ടപ്പെടുമെന്ന ഭയവും ഒന്നിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയത്. ഒടുവിൽ ഡൽഹിയിലെ തെരുവുകളിൽ ജലപീരങ്കികളും ലാത്തികളും ഉപയോഗിച്ച് പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചെങ്കിലും സർക്കാരിന്റെ നിലനിൽപ്പിനായി മന്ത്രിയെ ബലി കൊടുക്കുകയല്ലാതെ നരേന്ദ്രമോദിക്ക് മുന്നിൽ മറ്റു വഴികളില്ലാതെ വരികയായിരുന്നു.